നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് 13 ജൂൺ 2025. അങ്ങനെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് എല്ലാം നെഗറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. നിഫ്റ്റി അതിൻ്റെ 6 ദിവസത്തെ നേട്ടമാണ് ഇന്നലെ കൊണ്ട് നഷ്ടപ്പെടുത്തിയത്. ഇതിന് പ്രധാനമായിട്ടും കാരണമായത് ഇന്നലെ എല്ലാ സെക്ടേഴ്സിലും ഇടിവ് കാണുകയുണ്ടായി. പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഗ്ലോബലായിട്ടും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ക്യൂസ് ഒക്കെയാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്യുവാൻ കാരണം. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ 3831.42 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 9393.85 കോടി രൂപയ്ക്ക് ബൈ ചെയ്യുകയുണ്ടായി. ഇന്നലത്തെ സെല്ലിങ്ങോട് കൂടിയിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ജൂൺ മാസത്തിൽ നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിൽ ഇന്നലെ S&P 500ഉം നാസ്ഡാക്കും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതിന് പ്രധാനമായി സഹായിച്ചത് അവിടെ നിന്ന് വന്ന ബെറ്റർ ഇൻഫ്ലേഷൻ ഡേറ്റയും അതേ തുടർന്ന് ഉണ്ടായ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റേറ്റ് കട്ട്സിന്റെ എക്സ്പെക്ടേഷനും അതുപോലെ തന്നെ പുതിയ താരിഫ് നയങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് അവിടെ ബിസിനസ് തുടങ്ങുന്നവർക്ക് ഉണ്ടാകുന്ന ടാക്സ് ബെനിഫിറ്റ്സുകളൊക്കെ തുടർന്ന് ലോക്കലായിട്ടുള്ള ക്യൂസ് കൊണ്ടാണ് ഇന്നലെ US മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നലെ ഒറാക്കിളിലൊക്കെ 14% റാലിയാണ് കാണുവാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ ഏകദേശം 600 പോയിന്റിന്റെ നെഗറ്റീവിലാണ് വ്യാപാരം നടത്തുന്നത്. അതായത് 1.4% ഇടിവാണ് നമ്മുടെ ഇവിടുത്തെ ഗിഫ്റ്റ് നിഫ്റ്റി പോലത്തെ അവരുടെ ഫ്യൂച്ചർ മാർക്കറ്റ് നിലവിൽ ട്രേഡിംഗ് നടത്തുന്നത്. ഇതിന് പ്രധാന കാരണം ഇപ്പോൾ രാവിലെ ന്യൂസുകൾ വരുന്നുണ്ട്. ഇസ്രായേല് ഇറാനില് അറ്റാക്ക് നടത്തുകയുണ്ടായി. തൽഫലമായിട്ട് തന്നെ ഇറാനില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസസ് ഒക്കെ 5% വർധനവ് രേഖപ്പെടുത്തി. ബ്രന്റ് ക്രൂഡ് ഇപ്പോൾ $74.55 വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ $73.27 പെർ ബാരൽ എന്ന നിലയിലാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലും 7% ആണ് ഇപ്പോൾ ഉയർച്ച കാണുന്നത്. ഗോൾഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഗോൾഡ് ഇപ്പോൾ $3423.51 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സും ഇന്നലെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാനമായിട്ടും ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന താരിഫിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് തുടർച്ചയായി 4ാം ദിനത്തിലും ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ്സ് നെഗറ്റീവിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ കാരണമായത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സും ഇപ്പോൾ നിക്കി 225ഉം തായ്വാനും ഹോസ്പിയും ചൈനയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാ മാർക്കറ്റും ഇപ്പോൾ നെഗറ്റീവിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു 100 പോയിന്റിന് മുകളിലുള്ള ഗ്യാപ് ഡൗൺ ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇന്നലെ നമ്മൾ നെഗറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിച്ചെങ്കിലും മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടാണ് ഇന്നലെ ഓപ്പൺ ആയി വന്നത്. ഇനി നമ്മുടെ മാർക്കറ്റിൽ സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ടെക്നിക്കലി ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് നിലനിൽക്കുന്നത്. നമുക്കിനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കലിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരമാണ്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ഇതൊന്നും ഒരു കോൺക്രീറ്റ് മെഷേഴ്സ് അല്ല. ഇത് ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. നിഫ്റ്റി ഇന്നലെ 24,820 മുകളിലായിട്ട് സപ്പോർട്ട് എടുക്കുന്നത് കണ്ടു. ഇനി നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 24,670 വർക്ക് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. കാരണം അതായിരുന്നു ജൂൺ 6ാം തീയതി നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത ലോ. മുകളിലേക്ക് ഒരു റീബൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ 25,000 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റി ഫേസ് ചെയ്യുവാൻ സാധ്യതകൾ ഏറെയാണ്. നിഫ്റ്റി ഇപ്പോൾ അതിന്റെ 10-day EMA താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ കാണുവാൻ സാധിക്കുന്നത് ലോങ് ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ
ആണ്. നിഫ്റ്റിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ PCR 0.67 ആയിട്ട് നിലകൊള്ളുന്നു. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,200 എന്ന സ്ട്രൈക്ക് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാക്സിമം കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത് 25,000 എന്ന സ്ട്രൈക്കിലാണ്. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. 24,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പക്ഷേ ഇതൊക്കെ ഇന്ന് മാറി മറിയാം. കാരണം ഇന്ന് കൊണ്ടാണ് പുതിയ പൊസിഷനുകളൊക്കെ കൂടുതലും ക്രിയേറ്റ് ചെയ്യപ്പെടുക. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡെയിലി ചാർട്ട്സിൽ ഒരു ലോങ് ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും അതിന്റെ 10-day EMA താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.78 ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിൽ കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാക്സിമം കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത് 56,500 എന്ന സ്ട്രൈക്കിലും പുട്ട് റൈറ്റിംഗ് കാണുവാൻ മാക്സിമം സാധിക്കുന്നത് 54,900 എന്ന സ്ട്രൈക്കിലുമാണ്. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി പറയട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മോഡല്ല വൂളൻസ് LIC കമ്പനിയിൽ ഉണ്ടായിരുന്ന 4,809 ഷെയറുകൾ ബ്ലോക്ക് ഡീൽ വഴി വിറ്റൊഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ. ഏഷ്യൻ പെയിന്റ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ് 3.6% ഏഷ്യൻ പെയിന്റ്സിൽ ഉണ്ടായിരുന്ന സ്റ്റേക്കുകൾ SBI മ്യൂച്വൽ ഫണ്ടിന് വിറ്റൊഴിഞ്ഞു. $900 മില്യൺ ആണ് വിറ്റൊഴിവാക്കിയത്. അതായത് 7,704 കോടി ഇന്ത്യൻ രൂപ വരും. ജൂബിലൻ ഗ്രൂപ്പ്, ബാത്തിയ ഫാമിലിയാണ് ഗ്രൂപ്പിന്റെ പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഗ്രൂപ്പ് പ്രൊമോട്ടർ ജൂബിലൻ ഗ്രൂപ്പിലുള്ള ലിസ്റ്റഡ് കമ്പനീസിലുള്ള കുറച്ച് സ്റ്റേക്കുകൾ വിറ്റ് ഒഴിയുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം 2,000 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുവാൻ പ്രൊമോട്ടർ ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് 40% സ്റ്റേക്ക് ഹിന്ദുസ്ഥാൻ കൊക്കോകോള ബീവറേജസിൽ അക്വയർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. NIIT, ICIC ബാങ്ക് സ്റ്റോക്കിലുള്ള 18.8% സ്റ്റേക്കുകൾ വിറ്റൊഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ. ശ്രീറാം ഗ്രൂപ്പ് വെൽത്ത് മാനേജ്മെന്റ് ലോഞ്ച് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. സൻലാം ഗ്രൂപ്പുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വഴി. ഒസ്വാൾ പംപ്സ് സ്റ്റോക്കിന്റെ IPO ഇന്ന് ഓപ്പൺ ആകും. പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 584 രൂപ മുതൽ 614 രൂപ വരെയാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, ജിയോ ബ്ലാക്ക് റോക്ക് മ്യൂച്വൽ ഫണ്ട് ഋഷി കോഹ്ലിയെ CIO ആയിട്ട് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.